ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധരാകരുത്. മക്കളെ, ശരീഅത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ പോകരുത്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാകരുത്. ദീനിനെ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കരുത്. പരലോകത്തേക്ക് അത് ഖേദമായി മാറുമെന്നായിരുന്നു മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദിന്റെ വസിയത്ത്. ഇത് സമസ്തയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 1920കളിൽ ഈ ഉമ്മത്ത് കാലമത്രയും ആചരിച്ചു വന്നിരുന്ന ഇസ്ലാമിന്റെ തനിമയാർന്ന ആ സംസ്കാരം, പാരമ്പര്യം, പൈതൃകം, അതിന്റെ അടിവേരുകൾക്ക് കോടാലി വെച്ചുകൊണ്ട് ബിദഈകളുടെ രംഗപ്രവേശനമുണ്ടായി. ചില കുൽസിത ശ്രമക്കാർ, ചില കുബുദ്ധികൾ, ചില ദുഷ്ടശക്തികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മഹിതമായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു, ആചാരങ്ങളെ ചോദ്യം ചെയ്തു. പല സുന്നത്തുകളും ബിദ്അത്താണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ കരുനാഗപ്പള്ളിക്കാരനായ യൂസുഫ് ഇസ്സുദ്ദീൻ മൗലവി, അദ്ദേഹത്തിന്റെ പ്രഭാഷണ മികവ് അപാരമായിരുന്നു. ആ പ്രഭാഷണ കഴിവ് ഉപയോഗപ്പെടുത്തി ആളുകളെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. കോഴിക്കോട് നിരന്തരമായി ബിദ്അത്തിന്റെ ഈ പ്രഭാഷണം നടന്നു. അതിശക്തമായ വാചാല ശക്തിയുള്ളത് കൊണ്ട് ആളുകൾ പലരും അയാളിൽ ആകൃഷ്ടനായി. ഇത് മനസ്സിലാക്കി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി, ഈ കാര്യം ബോധ്യപ്പെടുത്തി. ഇനി നമ്മൾ മിണ്ടാതിരുന്നുകൂടാ, നിങ്ങൾ ഇതിന് മറുപടി പറയണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിവേരുകൾ അറുക്കുന്ന ആശയങ്ങളാണ് ഇവരിവിടെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൗനം പാലിച്ചാൽ ഇലാഹായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അങ്ങനെയാണല്ലോ, ഇദാ ലഹറൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു നാട്ടിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഉലമാ ആ വിഷയം അറിഞ്ഞ് മൗനം പാലിച്ചാൽ ഇലാഹായ റബ്ബിന്റെ വലിയ ശാപം അവർക്കുണ്ടാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ. ബിദ്അത്ത് നാട്ടിൽ വ്യാപകമായാൽ ആലിമീങ്ങൾക്ക് മാത്രമല്ല ശാപം, ഈ ബിദ്അത്തിലേക്ക് പോയാൽ അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാഹ്. ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല, ബിദ്അത്തുകാരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബിൽ ബിദ്അത്തി ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്തിന്റെ അഹ്ലുകാർ ആ ബിദ്അത്ത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ അവരെ അല്ലാഹു വിലക്കിയിട്ടുണ്ട്, അവരെ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ കാര്യം ഗൗരവാൻ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി മൗനം പാലിക്കാൻ പറ്റൂല. ഈ വിഷയത്തിൽ ഉത്തരവാദപ്പെട്ടവർ മൗനം പാലിച്ചാൽ പടച്ച റബ്ബിന്റെ ശാപമുണ്ടാകുമെന്ന് മുത്ത് റസൂലിന്റെ വചനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രഭാഷണം നടത്തണം. പ്രഗത്ഭനായ പ്രഭാഷകനായിരുന്നു മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം ദിവസങ്ങളോളം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രഭാഷണം നടത്തി. വിദേഹത്തിലേക്ക് പോയ പലരും തിരിച്ചു വന്നു. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇതൊരൊറ്റയാൾ പോരാട്ടമായാൽ പോരാ. നമ്മൾ ചിന്തിക്കണം, സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന്റെ പിന്നിൽ മഹാനായ പാങ്ങൽ ഉസ്താദിന്റെ പങ്ക് ചെറുതല്ല. ഈ നാട് തന്നെ എത്ര വലിയ മുബാറക്കായ നാടാണ് റബ്ബേ. ഈ നാടിന് തന്നെ പോരിശയുണ്ട്. എന്തുകൊണ്ട്? ആ മഹാനെ കുറിച്ച് പഠിച്ചാൽ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുടെ പേരിൽ ഒരു ഫാത്തിഹ നമ്മൾ ഓതിയാൽ അതിനാ മനുഷ്യൻ കാരണക്കാരനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ഹബീബായ നബിയുടെ പേരിൽ ഒരു മൗലീദ് ചൊല്ലുന്നുവെങ്കിൽ അതിനാ മനുഷ്യൻ കാരണക്കാരനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അതിന് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ കാരണക്കാരനായിട്ടുണ്ട്.
അങ്ങനെ ഇന്ന് ബിദഅകൾ ബിദഅത്താണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ. അത് നാട്ടിലാകെ പ്രചരിച്ചു വരുമ്പോഴാണ് സടകുടഞ്ഞെഴുന്നേറ്റ് സമസ്ത എന്ന ആത്മീയ സംഘടനയെ രൂപീകരിക്കാൻ ആവശ്യമായ കഠിനാധ്വാനം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നടത്തുന്നത്. അദ്ദേഹം ചിന്തിച്ചു, ഇതൊരൊറ്റയാൾ പോരാട്ടമായാൽ പോരാ, ഇതൊരു സംഘടിത രൂപത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകും. അപ്പൊ ഒരു കൂട്ടമായ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സംഘടിത സ്വഭാവത്തിലേക്ക് ഇത് പോകണമെന്ന് ആലോചിച്ചു. ആ ചിന്തയിൽ അദ്ദേഹം കാര്യം മുഷാവറ ചെയ്യാൻ വേണ്ടി മഹാനായ മൗലാന കോയമുട്ടി മുസ്ലിയാരെയാണ് സമീപിക്കുന്നത്. വാളക്കുളം പുതുപറമ്പിൽ കോയാമുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ ഗുരുവാണ്, ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്, കശ്ഫ് കറാമത്തിന്റെ ഇൽമുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കറാമത്തുകളൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സമയാധിക്യം ഭയന്ന് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ കോയാമുട്ടി മുസ്ലിയാരെ സമീപിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മഹാനുഭാവൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ആലോചന, ഈ ആസൂത്രണം ഏറെ അനിവാര്യമായ കാലഘട്ടം തന്നെയാണിന്ന്. പക്ഷേ എന്റെ രോഗങ്ങളും എന്റെ പ്രയാസങ്ങളും നിങ്ങളെപ്പോലെ ഇറങ്ങി നടന്ന് ആ രൂപത്തിൽ ഒരു സംഘടനയുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഞാൻ അതിനായി എന്റെ മകനെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്റെ മകനെ ഞാൻ അതിനായി നീക്കിവെക്കുകയാണ്. ആരാണ് മകൻ? മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, മഹാനായ വാളക്കുളം മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ പിന്നീട് സമസ്തയുടെ പ്രസിഡന്റായി വന്നല്ലോ. എന്റെ മകനെ ഞാൻ അതിനായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ വേണ്ടത് ചെയ്യണം. ഈ ഒരു സംഘടന ഇവിടെ അനിവാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കശ്ഫ് കറാമത്തിന്റെ ഇൽമുള്ള ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ പറയുകയും ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ. പിന്നീട് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അബ്ദുൽ ബാരി മുസ്ലിയാരും കൂടെ ഇതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഓരോ ദിവസവും ഓരോ ആലിമീനെ ചെന്ന് കാണും, കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തും. പലപ്പോഴും യാത്ര നടന്നായിരുന്നു കിലോമീറ്ററുകളോളം, വല്ലപ്പോഴുമൊക്കെ കാളവണ്ടിയിൽ യാത്ര ചെയ്യും. ഇന്നത്തെ സാഹചര്യമല്ലല്ലോ അന്ന്, ഇന്നത്തെ അനുകൂല സാഹചര്യം അന്നുണ്ടായിരുന്നില്ലല്ലോ. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ മഹിതമായ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ പങ്ക് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലൂന്നി ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആ മഹാനുഭാവൻ ഒരു ഹസനാത്ത് ലഭിക്കുമെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചല്ലോ. ഏതായാലും സമസ്തയുടെ മുഷാവറ രൂപീകരിച്ചു. അങ്ങനെ ഒന്നാമത്തെ മുഷാവറ യോഗം നടക്കുകയാണ്. മുഷാവറ രൂപീകരിച്ചെങ്കിലും ആരാണ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊന്നും അന്ന് തീരുമാനിച്ചിരുന്നില്ല. അങ്ങനെ 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം ചേർന്നിട്ട് നമുക്കിതിന് ഭാരവാഹികൾ വേണമല്ലോ, ആരാകണം പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പോ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ സംഘടന നയിക്കേണ്ടത് അതിനെല്ലാ നിലയിലുമുള്ള അർഹതയുള്ളത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കാണ്. അദ്ദേഹം തന്നെയാവണം ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ മഹാനുഭാവൻ അല്പനേരത്തെ മൗനത്തിന് ശേഷം വലിയ അദബിന്റെ മറുപടി നൽകി. മഹാനായ മുല്ലക്കോയ തങ്ങളുണ്ടിവിടെ, വലിയ ജനാംഗീകാരമുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ മുത്തുനബിയുടെ പേരക്കുട്ടികളിൽപ്പെട്ട ഈ മഹാനുഭാവൻ അതിന്റെ തലപ്പത്തിരിക്കട്ടെ എന്ന് ആദ്യമായി മുല്ലക്കോയ തങ്ങളാവണം ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദാണ്. അങ്ങനെ 1932 വരെ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി. 1932 മഹാനുഭാവൻ വഫാത്തായി. പിന്നീട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അന്നത്തെ ഉപാധ്യക്ഷനായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ
മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി, അധ്യക്ഷനായി 945 വരെ. ആ കാലയളവിലാണ് കാര്യമായും ഈ മഹിതമായ സംഘടനയ്ക്ക് അടിവേരുണ്ടായത്. സമൂഹത്തിൽ ഈ സംഘടനയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ പലയിടങ്ങളിലും വലിയ സമ്മേളനങ്ങൾ നടത്തി. ആ സമ്മേളനങ്ങളിൽ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ പാസാക്കി. 1934 തന്നെ ഈ സംഘടനയ്ക്ക് പൂർണ്ണമായ അംഗീകാരം കിട്ടാൻ വേണ്ടി കോഴിക്കോട് രജിസ്റ്റർ ചെയ്തു. ഔദ്യോഗിക സംഘടനയായി നിലവിൽ വന്നു. അതും ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് സമസ്തയുടെ ആശയം, സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമസ്തക്കൊരു മുഖപത്രമുണ്ടായിരുന്നു, ഒരു മാസിക അൽ ബയാൻ. അതിന്റെ ചീഫ് എഡിറ്റർ ആരാ? മഹാനായ പാങ്ങിൽ ഉസ്താദ്. നമ്മൾ അറിയണം, ആ കാലഘട്ടത്തിൽ 23ഓളം വലിയ അറബി ഗ്രന്ഥങ്ങൾ മഹാനുഭാവൻ രചിച്ചിട്ടുണ്ട്. ബഹുഭാഷയിൽ വലിയ പരിജ്ഞാനമുണ്ടായിരുന്നു. 23 അറബി ഗ്രന്ഥങ്ങളൊക്കെ അന്ന് രചിച്ചു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, അതിന്റെ പേര് നോക്കുമ്പോൾ തന്നെ ആ മഹാനുഭാവന്റെ ജ്ഞാനത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ സമസ്തക്ക് സമൂഹത്തിൽ വലിയ വേരുണ്ടായി. സമസ്ത എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന തലത്തിലേക്കെത്തി. വിദ്അത്തുകൾക്ക് നിക്കക്കള്ളിയില്ലാതെയായി. പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ അതിന്റെ പേരിൽ മഹാനുഭാവന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നല്ലോ. അതും നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കണം, അന്ന് 920കളിൽ ബ്രിട്ടീഷുകാർ ഇറക്കിയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ലിസ്റ്റ്? ഡേഞ്ചറസ്റ്റ് വ്യക്തികളെ കുറിച്ച്, മോസ്റ്റ് ഡേഞ്ചറസ്റ്റ് പേഴ്സൺ, ഏറ്റവും നമുക്ക് ഡേഞ്ചർ ഏൽപ്പിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന വ്യക്തികളുടെ പേരുകളുടെ കൂട്ടത്തിൽ 18 ആളുകളുടെ കൂട്ടത്തിൽ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരുണ്ടായിരുന്നു. വൈദേശികാധിപത്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ എന്തുകൊണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു? അമീകായ ജ്ഞാനമുള്ള വലിയ ഒരു പണ്ഡിതനായിരിക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരത്തിന് ആഹ്വാനം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ സമരത്തിന്റെ രീതി അതൊരു ആയുധം എടുത്തുകൊണ്ടുള്ള സമര രീതിയായിരുന്നില്ല. ആയുധം എടുത്തുകൊണ്ട് ആ നിലയിലുള്ള സായുധ പോരാട്ടമായിരുന്നില്ല. അങ്ങനെ ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാര് നമ്മുടെ വീടുകളിൽ കയറി അവിടെ നിരങ്ങും. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മളെ കൺമുമ്പിലിട്ടിട്ട് അവര് തോന്നിവാസം ചെയ്യും, തമ്മാടിത്തരം ചെയ്യും, കൊന്നുകളയും. അത് ശരിയായ രീതിയല്ല. സമാധാനത്തോടുകൂടെയുള്ള സമരത്തിനാണ് നമ്മൾ സന്നദ്ധരാകേണ്ടത് എന്ന് മഹാനുഭാവൻ ആഹ്വാനം ചെയ്തു. ഏതായാലും ഇതിന്റെ പേരിലൊക്കെ, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം പ്രചരിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് പൊല്ലാപ്പുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രസംഗത്തിന് ചെന്നപ്പോ അദ്ദേഹത്തെ പോലീസുകാര് വളയുകയാണ്. ഇങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിരുന്നു, ചില പ്രശ്നങ്ങളുണ്ട് എന്ന്. പോലീസുകാര് വളഞ്ഞു. അങ്ങനെ തുറങ്കിലടക്കാനുള്ള ശ്രമം നടത്തി. എന്താ കാര്യമെന്നറിയോ? വഹാബി ചാരന്മാർ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരാണെന്നും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണെന്നും ആ നിലയിലുള്ള എല്ലാ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം നാട്ടിൽ ജീവിച്ചിരുന്നാൽ വലിയ കലാപമുണ്ടാകുമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിന്റെ പേരിൽ പോലീസുകാർ വളഞ്ഞു. പക്ഷെ അദ്ദേഹം അന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ തനിക്കന്ന് പ്രഭാഷണം നടത്താനുള്ള വിഷയങ്ങളൊക്കെ മനോഹരമായി അച്ചടിച്ചു കൊണ്ടുപോയിരുന്നു. അദ്ദേഹം ഇത് കാണിച്ചു കൊടുത്തു. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രസംഗിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പറ. ഒന്നാമതായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷിന് ഞാൻ എതിരാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലാണോ ഞാൻ ഇത് എഴുതി കൊണ്ടുവരിക? രണ്ടാമത്തത്, ഇതിൽ പറയുന്ന കാര്യത്തിൽ ഏതാണ് വിദ്യാഭ്യാസത്തിനെതിരുള്ളത്?
എവിടെയാണ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത്? ചുരുക്കത്തിൽ അന്നു തന്നെ അദ്ദേഹത്തിന്റെ ആ എഴുത്ത് കണ്ടുകൊണ്ട് അവിടെ പ്രസംഗിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ ഈ തരത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള ശ്രമം വ്യാപകമായി ഉണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ പ്രസംഗത്തിന് ചെന്നപ്പോ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിൽ അടച്ചു. എന്തേ കാര്യം? വലിയ ഹർജിയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്, പരാതി ഇദ്ദേഹത്തെ കുറിച്ച്. പരാതിയിലാവട്ടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ നാടൊന്നാകെ ഇളകി, ആളുകളൊന്നാകെ കൂട്ടം കൂടി പ്രതിഷേധിച്ചപ്പോൾ അവര് ചോദിച്ചു, നിങ്ങൾ ഒപ്പിട്ട് തന്നതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അറസ്റ്റിനെതിരെ അക്രമത്തിന്റെ സ്വഭാവം സ്വീകരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇളകിയിരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവരൊപ്പ് കാണിച്ചു കൊടുത്തപ്പോ ആയിരക്കണക്കിന് ആളുകളുടെ ഒപ്പുണ്ട്, ഈ പ്രതിഷേധിക്കുന്നവരുടെ ഒപ്പുണ്ട്. എന്തേ കാര്യമെന്നറിയോ? മമ്പുറത്ത് ചെന്നിരുന്ന വഹാബികൾ അവിടെ വരുന്ന ആളുകളോടൊക്കെ നമുക്ക് ഈ പുഴയുടെ മുകളിൽ മമ്പുറത്തേക്കൊരു പാലം വേണം, അത് അനിവാര്യമാണ്, അതിന് നിങ്ങൾ ഒപ്പിടണമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട്, ആ ഭാഗത്തുള്ള ആളുകളെ കൊണ്ട് ഒപ്പിടിച്ചു. എന്നിട്ട് അതിന്റെ ആദ്യ ഭാഗത്ത് എഴുതി ചേർത്തതോ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കെതിരായിട്ട് അദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഈ നാട്ടിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ വലിയ കലാപങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് എഴുതി ചേർത്ത് കൊടുത്തിരിക്കുന്നു. ആളുകൾ കൈമലർത്തി. അങ്ങനെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ ഒരു കലാപത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടില്ല. സമരത്തിന് ആഹ്വാനം ചെയ്തെങ്കിൽ അത് സമാധാനത്തോടുകൂടെയുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ചില ആളുകൾ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കലാപത്തിന് പ്രേരണ നൽകിയിട്ടുണ്ട്. അതിന് അദ്ദേഹം എതിരായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യം മനസ്സിലാക്കി മഹാനുഭാവനെ വെറുതെ വിടുകയായിരുന്നു. ഇതിന്റെ പിന്നിലൊക്കെ വഹാബികളായിരുന്നു, അവരുടെ ചതിയായിരുന്നു. താനൂരിൽ പ്രസംഗത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചായ കുടിക്കാൻ കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ ചായ കുടിച്ചില്ല. കുടിച്ചത് തന്റെ കൂടെയുണ്ടായിരുന്ന മമ്മൂട്ടി മുസ്ലിയാരായിരുന്നു. ആ ചായ കുടിക്കലോടുകൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചു. ശബ്ദം നിലച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ചെവി വെച്ചാൽ, ചെവി ചുണ്ടോടടുപ്പിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ. ആ നിലയിലുള്ള കഠിനമായ സിഹർ ഈ മഹാനുഭാവന് ചെയ്തിട്ടുണ്ട്. തന്റെ അവസാന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സിഹറേറ്റ് വലിയ രോഗങ്ങൾ ബാധിച്ച് പ്രയാസത്തിലായിരുന്നു. മഹാന്മാർക്ക് പരീക്ഷണങ്ങൾ വരുമല്ലോ. ഭാര്യക്ക് മാനസികമായ രോഗമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഖവും വേണ്ടതുപോലെ ആ മഹാനുഭാവന് ലഭിച്ചില്ല. ഏതായാലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മറികടന്ന് എല്ലാ പ്രതിസന്ധികളും അതെല്ലാം പുഷ്പം പോലെ സ്വീകരിച്ചു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ സംഘടന, അതിന്റെ താല്പര്യം, അതിന്റെ ആദർശം ഈ ഉമ്മത്തിൽ ഊട്ടിയുറപ്പിക്കാനായിരുന്നു ഈ കഠിനാധ്വാനം മുഴുവനും അദ്ദേഹം നടത്തിയിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സമസ്തക്കാരനും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ സമസ്തക്കാരനും അദ്ദേഹത്തോട് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അനുസ്മരിക്കപ്പെടാനും പ്രാർത്ഥിക്കപ്പെടാനും ഏറ്റവും അർഹനാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മഹാന്റെ ഖബറ് ഒരു നാട്ടിലുണ്ടായാൽ ആ മഖബറയോട് ആ നാട്ടുകാർ നീതി പുലർത്തുകയാണെങ്കിൽ ഇലാഹായ റബ്ബിന്റെ റഹ്മത്ത് നിരന്തരമായി അവരിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ പല മഹലിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടി. അവര് വലിയ തർക്കത്തിലായി. എന്താ തർക്കം എന്നറിയോ? എല്ലാവരും വാശി പിടിച്ചു, അന്നഹു യുദ്ഫനു ഫീ മഹല്ലതിഹിം, യൂസുഫ് നബിയെ ഞങ്ങളെ മഹല്ലത്തിൽ മറവ് ചെയ്യണം. എന്തേ കാര്യം? അടിസ്ഥാനപരമായ യൂസുഫ് നബി ഈജിപ്തുകാരനല്ല.
ഈ മഹാനായ യൂസുഫ് നബിയുടെ ജന്മനാട് ഫലസ്തീനാണ്, കൻആനാണ്. അവിടുന്ന് ഇലാഹായ റബ്ബിന്റെ ഖദർ ഖലാ കൊണ്ട് ഈജിപ്തിലെത്തിയതാണ്. പല ഘട്ടങ്ങളിലായി ഈജിപ്തിന്റെ പല പ്രവിശ്യകളിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചിട്ടുണ്ട്. വഫാത്തായപ്പോൾ പല മഹല്ലത്തുനിന്നും ആളുകൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ മഹല്ലത്തിൽ മറുവയ്യണം, ഞങ്ങളെ മഹല്ലത്തിൽ മറുവയ്യണം. അത് വെറും ഒരു ആവശ്യപ്പെടൽ മാത്രമായിരുന്നില്ല. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, ഹത്താ ഖാദു വയഖ്തതിലു, സംഗതി അവസാനം ഒരു സംഘട്ടനത്തിന്റെ വക്കിലെത്തി. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. യൂസുഫ് നബി, പഠിച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, പാലിഹീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണേ എന്ന ഒരു പ്രാർത്ഥന നടത്തുന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ് റബ്ബിക്കത് ആതൈതനീ മിനൽ മുൽക്, അല്ലാഹ് നീ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ്, ഒരു മുഅ്ജിസത്തെന്ന നിലയിൽ തന്നെ സ്വപ്ന വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു മുൻ മാതൃകയുമില്ലാതെ പടച്ചവനെ, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും എന്റെ സംരക്ഷകൻ നീയാണ്. ഈ യൂസുഫിന് അവസാനം നിന്നോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം റബ്ബേ, എന്നെ സാലിഹീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റബ്ബേ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, 120ാമത്തെ വയസ്സിൽ യൂസുഫ് നബി വഫാത്തായി. വദുഫിന ഫിന്നൈൽ, എന്നിട്ട് യൂസുഫ് നബിയെ മറവ് ചെയ്യപ്പെട്ടത് നൈൽ നദിയിലാണ്. 400 കൊല്ലത്തോളം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനാദ നൈൽ നദിയിലായിരുന്നു. എന്തേ കാര്യം എന്നറിയോ? വഫാത്തായപ്പോ വിവിധ മഹല്ലത്തിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങളെ മഹല്ലത്തിൽ മറവ് ചെയ്യണമെന്ന് വാശി പിടിച്ചു. എന്തിനാണ് അവര് വാശി പിടിച്ചത്? ലിമാ യർജൂന മിൻ ബറകതിഹി, യൂസുഫ് നബിയുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മഹാനായ പ്രവാചകന്റെ ജനാദ മയ്യത്ത് ഞങ്ങളുടെ മഹല്ലത്തിൽ മറവ് ചെയ്താൽ എന്നേക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ പരമ്പരക്കും അതൊരു ബറക്കത്താകും. അത് പ്രതീക്ഷിച്ചിട്ടാണ് അവര് അങ്ങനെ ശാഠ്യം പിടിച്ചത്. അവസാനം ഒരു സംഘട്ടനത്തിന്റെ വക്കിലെത്തിയപ്പോ അവിടെയുള്ള ഉലമാക്കൾ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്തു, എന്ത് ചെയ്യും? ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവണില്ല. അവസാനം അവരിങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഇരുമ്പ് ഉരുക്കി ഈയം കൊണ്ടൊരു പെട്ടിയുണ്ടാക്കുക, അതിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനാദ വെച്ചിട്ട് നൈൽ നദിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാം. നൈൽ നദി ഈജിപ്തിന്റെ എല്ലാ പ്രവിശ്യകളിലും എത്തുമല്ലോ, അപ്പോൾ എല്ലാവർക്കും അതിന്റെ ബറക്കത്ത് കിട്ടുമല്ലോ. അങ്ങനെ തീരുമാനമെടുത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനാദ 400 കൊല്ലം നൈൽ നദിയിലാണ്. ലോകം കണ്ട വെള്ളങ്ങളിൽ 4ാം സ്ഥാനം നൈൽ നദിയിലെ വെള്ളത്തിനാന്ന് പറഞ്ഞില്ലേ മഹാന്മാർ? അതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്, 400 കൊല്ലത്തോളം ഒരു നബിയുടെ ജനാദ ആ വെള്ളത്തിലുണ്ടായിരുന്നു. അഫ്ളലുൽ മിയാഇ മാഉ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസം ഫൽ കൗസറു ഫാനിലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി. ലോകം കണ്ട വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തറസൂലിന്റെ വിരലുകൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട വെള്ളം. 2ാം സ്ഥാനം സംസമിന്, 3ാം സ്ഥാനം ഹൗദുൽ കൗസർ, പിന്നെയോ 4ാം സ്ഥാനം നൈൽ നദിയിലെ വെള്ളത്തിന്. അതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം, ആ നൈൽ നദിയിൽ 400 കൊല്ലം ഒരു നബിയുടെ ജനാദ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ബനു ഇസ്രായേലിൽ നബിയായ മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, എന്റെ ഇന്നാലിന്ന അടിമ യൂസുഫിന്റെ ജനാദ നൈലിന്റെ ഇന്നാലിന്ന ഭാഗത്തുണ്ട്, താങ്കളുടെ ഭാര്യാപിതാവിനെയും കൂട്ടി വേണ്ടപ്പെട്ടവരെയൊക്കെ കൂട്ടി അദ്ദേഹത്തിന്റെ ജനാദ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് പിതാക്കന്മാരുടെ കൂടെ മറവ് ചെയ്യണം.
അങ്ങനെ ഇപ്പോൾ യൂസുഫ് നബിയുടെ ജനാദ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ്. തന്റെ പ്രിയപ്പെട്ട ബാപ്പ യാക്കൂബ് നബിയുടെ ചാരത്ത്, യാക്കൂബ് നബിയുടെ ബാപ്പ ഇസ്ഹാഖ് നബിയുടെ ചാരത്ത്, ഇസ്ഹാഖ് നബിയുടെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാരത്ത്, മസ്ജിദുൽ ഖലീൽ എന്ന പേരിലുള്ള പള്ളിയിലാണ് ഇവരുടെയൊക്കെ ജനാദയുള്ളത്, മഖബറയുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മഹാന്റെ ഖബർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടിന് പോലും ബറക്കത്തുണ്ടാകും. അള്ളാഹു ഈ പ്രദേശത്ത് അതിന്റെ എല്ലാ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട അവസാന ഘട്ടത്തിൽ മഹാനായ പാങ്ങിൽ ഉസ്താദ് രോഗബാധിതനായി കിടക്കുകയാണ്. മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കണ്ടപ്പോ തന്റെ മക്കൾക്കും ശിഷ്യന്മാർക്കും അദ്ദേഹം നൽകിയ ചില വസിയത്തുകളുണ്ട്. എന്താണ് ആ വസിയത്ത്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. രോഗബാധിതനായി കിടക്കുമ്പോഴൊക്കെ ബുർദ ചൊല്ലാൻ ആവശ്യപ്പെടും. ആ ബുർദ ശിഷ്യന്മാര് ചൊല്ലുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. പ്രയാസങ്ങൾ പലപ്പോഴും സിഹിർ കൊണ്ടും മറ്റും നേരിടേണ്ടി വന്ന ഘട്ടത്തിലൊക്കെ ചുറ്റുഭാഗത്തും ശിഷ്യന്മാരോടിരുന്ന് ബുർദ പാരായണം ചെയ്യാൻ പറയും. അങ്ങനെ ബുർദ പാരായണം ചെയ്യുമ്പോൾ മഹാനുഭാവന്റെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. മരണത്തിന്റെ ഘട്ടത്തിലും ശിഷ്യന്മാരെ വിളിച്ച് പറയുന്നത്, ഇതാ എന്റെ സമയം അവസാനിക്കാനായതുപോലെ തോന്നുകയാണ്, നിങ്ങൾ ബുർദ പാരായണം ചെയ്യണം. പിന്നീട് അവരോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്, ശിഷ്യന്മാരോടും തന്റെ മക്കളോടും പറഞ്ഞ കാര്യം, ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധരാകരുത്. മക്കളെ, ശരീഅത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ പോകരുത്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാകരുത്. ദീനിനെ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കരുത്. പരലോകത്തേക്ക് അത് ഖേദമായി മാറുമെന്നായിരുന്നു മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദിന്റെ വസിയത്ത്. ഇത് സമസ്തയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൂന്നാമതായി പറഞ്ഞ കാര്യം, ഞാൻ മരിച്ചു പോയാലും നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതണം. നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, ഇലാഹായ റബ്ബിനോട് എപ്പോഴും പൊറുക്കലിനെ തേടണം. ആരാണ് പറയുന്നത് എന്ന് ചിന്തിക്കണം. അള്ളാഹു നൽകിയ ആയുസ് മുഴുവനും മഹാന്മാരായ അംബിയാഇന്റെ പണിയെടുത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിലായി ആയുസ് ചെലവഴിച്ച മഹാനുഭാവൻ അവസാനം പറയാൻ, ഞാൻ മരിച്ച ഖബറിലെത്തിയാൽ എന്റെ പ്രതീക്ഷ നിങ്ങളിലാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതണം, നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ലേ, ആദർശമല്ലേ? മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊരിക്കൽ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കാൻ, അപ്പോഴാണ് ഒരാൾ കയറി വന്ന് മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ, മാതാ ബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. നബിയേ, ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളോട് എനിക്കൊരുപാട് ബാധ്യതയുണ്ട്. മരണാനന്തരം അവരോട് വല്ല ബാധ്യതയുമുണ്ടോ നബിയേ? നബിയേ, ഹൽ ബഖിയ അലയ്യ മിൻ ബിർരിൻ നബറുഹുമാ ബഅദ മൗതിഹിമാ യാ റസൂലല്ലാഹ്, മരണാനന്തരം മാതാപിതാക്കളോട് എനിക്ക് വല്ല ബാധ്യതയും ബാക്കിയുണ്ടോ? അപ്പൊ ആ മഹാനുഭാവൻ റസൂലുള്ളാഹിന്റെ മറുപടി, ഉണ്ട്. നാം ഖിസാലുൻ അർബഅ, 4 കാര്യം മാതാപിതാക്കൾ മരണപ്പെട്ടാലും ബാധ്യതയായി ശേഷിക്കും. മരിച്ചു, നീ എല്ലാം കഴിഞ്ഞു. അവിടെ നിങ്ങൾ ഖുർആൻ ഓതുന്നത് മാതൃഭൂമിയും മനോരമയും വായിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു നടന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയല്ല. മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാലും 4 ബാധ്യതകൾ അവരോട് ശേഷിക്കുന്നതാണ്. ഏതാണ് നബിയെ ആ ബാധ്യതയെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു, ഒന്നാമത്തേത് അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ. ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലെന്നെ,
അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ്. അപരാളികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ അവർക്ക് കിട്ടും. ഈ അടുത്തല്ലേ ചില അധ്യാപകർ ഒരു യാത്ര പോയപ്പോൾ ടെമ്പോമാൻ ആക്സിഡന്റിൽപ്പെട്ട് ചില അപകട മരണങ്ങൾ ഉണ്ടായത്. അള്ളാഹുവെ, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആ വിശ്വാസികൾ അള്ളാഹു ഖുറവിയായ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ചാരത്തല്ലേ അവരുടെയൊക്കെ മക്ബറ. ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കൊക്കെ ഇലാഹായ റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരൊക്കെ അത് കാണുന്നുണ്ടാവും, ഇതിന്റെ സന്തോഷം അവരൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. റളിയല്ലാഹു പറഞ്ഞില്ലേ, എന്റെ വലിയൊരാഗ്രഹമാണ് അവസാനം എന്റെ മോനെ വിളിച്ചിട്ട് പറയാ, മോനെ വിഷത്തിലൂട്ടപ്പെട്ട വാളുകൊണ്ട് കുത്തേറ്റ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തിന്റെ ലക്ഷണങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടപ്പോ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കുട്ടി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ അടുത്ത് പോകണം. എന്നിട്ട് പറയണം ബാപ്പങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരാഗ്രഹമുണ്ട് വാപ്പാക്ക്. എന്താണെന്നറിയോ? ബാപ്പാന്റെ 2 കൂട്ടുകാരന്മാരുടെ കൂടെ ബാപ്പാനെ മറവ് ചെയ്യണം. ആ ഒരു ഖബറിന്റെ സ്ഥലം ബാപ്പാക്ക് അനുവദിച്ചു കൊടുക്കും. ആയിഷ ബീവി പറഞ്ഞു, പടച്ചോനെ, ഞാനത് എനിക്ക് കരുതി വെച്ച സ്ഥലമാണല്ലോ. ഒരു ഖബറിനല്ലേ അവിടെ സ്ഥലമുള്ളൂ. പിന്നൊരു സ്ഥലമുണ്ട്, അത് ഈസാ നബിക്കുള്ളതാണെന്ന് മുത്ത് റസൂല് പറയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉമർ തങ്ങളുടെ ആഗ്രഹല്ലേ, അതൊരിക്കലും നിരസിക്കാൻ പറ്റൂലല്ലോ. ആയിക്കോട്ടെ, അവിടെ മറവ് ചെയ്തോളൂ. മറവ് ചെയ്തു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. അവിടെ കൃത്യമായി ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, നമ്മളെ ഖബർ പോലും സാലിഹീങ്ങളുടെ ചാരത്തായാൽ അതിന്റെ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കും. അവർക്കിറങ്ങുന്ന ബറക്കത്ത് പരിസരത്തുള്ള ഖബറാളികൾക്ക് കിട്ടും. അതുകൊണ്ട് തന്റെ മരണാനന്തരമുള്ള അയൽവാസിയും നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യാമെന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഫതുഹുൽ ബാരിയിൽ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മാതാപിതാക്കളോടുള്ള 4 ബാധ്യതകളിൽ ഒന്ന് അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. രണ്ടാമത്തേത് ഇൻഫാദു അഹദിഹിമാ, വല്ല കരാറിലും അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറുകൾ പൂർത്തീകരിക്കലാണ്. അത് മക്കളുടെ ബാധ്യതയാണ്. മൂന്നാമത്തേത് ഇക്റാമു സ്വദീഖിഹിമാ, അവരുടെ കൂട്ടുകാരന്മാർ, അവരുടെ കൂട്ടുകാരികൾ, അവരെ ബഹുമാനിക്കുക. ബാപ്പ മരണപ്പെട്ടാലും ബാപ്പാന്റെ ചങ്ങാതിയെ, ഉമ്മ മരണപ്പെട്ടാൽ ഉമ്മയുടെ ചങ്ങാഴ്ചയെ മരണാനന്തരവും ഇവർ ആദരിക്കണം, ബഹുമാനിക്കണം. നാലാമത്തേത് വസിലത്തുർ റഹിം അല്ലദീ ലാ സിലത ലക ഇല്ലാ മിൻ ഖബലിഹിമാ, ഈ മാതാപിതാക്കൾ വഴിയുണ്ടായ കുടുംബ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഇവർ മരണപ്പെട്ടാലും ചേർക്കണം. ഇതൊക്കെ അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. മഹാനായ പാങ്ങിൽ ഉസ്താദ് വഫാത്തിന്റെ ഘട്ടത്തിൽ ശിഷ്യന്മാരോടും മക്കളോടും പറയുന്നത്, ഞാൻ മരിച്ചാലും എന്നെ മറക്കരുത്, എനിക്ക് വേണ്ടി ഖുർആൻ ഓതണം, എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. നാലാമതായി നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈയിടെയായി ചില കടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. മുതലുണ്ടല്ലോ, മുതൽ വിറ്റ് എന്റെ കടം വീട്ടണം. അള്ളാഹു എല്ലാം പൊറുക്കും. ഷഹീദിന് വരെ കടമൊഴികെ ഹഖുൽ ആദമിയാണ്, അത് വീട്ടാൻ സന്നദ്ധരാവണം. അഞ്ചാമതായി പറയുന്നത്, മക്കളെ ക്ഷമ വേണം. ഞാൻ മരിച്ചാൽ അതിൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ലാ യഖ്ദില്ലാഹു മുഅ്മിൻ ഖലാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു, ഒരു മുഅ്മിനിന് അള്ളാഹു എന്ത് കണക്കാക്കിയാലും അതിൽ ഖൈറേ ഉണ്ടാകൂ. അതുകൊണ്ട് നിങ്ങൾ അക്ഷമ കാണിക്കരുത് എന്ന് തന്റെ മക്കളോട് ഉപദേശിക്കുകയാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കാര്യമായി ആ മഹാനുഭാവന്റെ പേരിൽ ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. ഞാൻ പറയുന്ന കാര്യം, ആലിമീങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സന്നദ്ധരാവണം. ആലിമീങ്ങളെ അവഗണിക്കുന്നതും ആലിമീങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുന്നതും ആഖിറുസ്സമാന്റെ അലാമത്താണെന്നും, അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ വലിയ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ഇവിടെ ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ, ഉലമാക്കളിൽ നിന്ന് ഫുഖഹാക്കളിൽ നിന്ന് ആളുകൾ അകന്നു പോകും. ഉമറാക്കൾ, പൊതുജനങ്ങൾ ആലിമീങ്ങളെ വേണ്ടതുപോലെ പരിഗണിക്കാതിരിക്കും. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വാക്കുകളെ പരിഹസിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഫയബ്തലീഹിമുല്ലാഹു ബിസലാസി ബലിയാത്ത്,
അതിശക്തമായ 3 പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഉലമാ ദീനിന്റെ നിയമം പറയുമ്പോ അതിനെ ട്രോളുക, അതിനെ പരിഹസിക്കുക, അതിന് വില കൽപ്പിക്കാതിരിക്കുക. ആഖിറുസ്സമാനാകുമ്പോ ആ അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോ അള്ളാഹുവിൽ നിന്ന് കഠിനമായ 3 പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തേത് യർഫഉല്ലാഹുൽ ബറക്കത മിൻ കസ്ബിഹിം, അവരുടെ കസ്ബിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു ഉയർത്തിക്കളയും. ബറക്കത്തുണ്ടാവില്ല. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തേത് യുസല്ലിത്തുല്ലാഹു തആല അലൈഹിം സുൽത്താനൻ ളാലിമ, അക്രമിയായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എപ്പോഴും ഒരാശങ്കയുടെ മുൾമുനയിലായിരിക്കും. സിൽ കോഡ് വരുവോ പഠിച്ചോനെ, പൗരത്വം പാസ്സാക്കോ റബ്ബേ, എന്താണാവുക അറിയൂല. ഇതിലൊക്കെ വലിയ ആശങ്കയിൽ കഴിയുന്ന പൊതുജനങ്ങൾ പലരുമുണ്ട്. എനിക്കറിയാമെന്ന പൗരത്വ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിന് വന്നിട്ട് പലരും ദുആ ചെയ്യിപ്പിക്കാൻ വരും. അപ്പൊ ചില ആളുകൾ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടും ഈ വിഷയത്തിലൊക്കെ അവരുടെ പേടി എത്രയാണ്. അതപ്പോ രാത്രി കടന്നിട്ട് ഉറക്ക് വരുന്നില്ല, നമ്മളൊക്കെ ഇവിടുന്ന് പുറത്താക്കുന്നല്ലേ പറയുന്നത്. ആ ഒരു വാക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. പോവാണ് നമ്മൾ മാത്രല്ല, എല്ലാരും പോണ്ടി വരും, ശരിയാണ്. എന്നാലും വല്ലാത്തൊരാശങ്ക, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, പിന്നൊരു തരം ഡിപ്രഷനാണെന്ന് പറഞ്ഞ ആളുകൾ ഒന്നല്ല പലരുമുണ്ട്. അക്രമകാരികളായ ഭരണാധികാരികളെ നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്നത് ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മൂന്നാമത്തതോ യഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെ ദുനിയാവിൽ നിന്ന് പോകേണ്ടി വരും. മരണം ഈമാനില്ലാത്ത മരണമായി പോകും. ആലിമിനെ അവഗണിക്കുകയും ആലിമിൽ നിന്ന് അകലുകയും ആലിമിന്റെ വാക്കിന് പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മഹിതമായ സംഘടനയെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ മുഖ്യ പങ്ക് വഹിച്ചത് ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അപ്പോൾ അവരോട് നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നു. ഇലാഹായ റബ്ബ് അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. അവരുടെ പേരിലൊക്കെ ഇത്ര നേരം ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തല്ലോ. അൽഹംദുലില്ലാ. ഉമ്മത്തിനെ ഒരു സിംഹം, കാട്ടിലുള്ള സിംഹം തന്റെ മക്കളെ എപ്രകാരം സംരക്ഷിക്കാൻ ജാഗ്രതയോടുകൂടെ നിൽക്കുമോ അതുപോലെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ മുത്ത് റസൂല് ജാഗ്രതയോടുകൂടെ നിന്നു എന്ന് പറഞ്ഞില്ലേ. ആ നബിയുടെ യഥാർത്ഥ അനന്തരാവകാശിയായി ഉമ്മത്തിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ആയുസ് മുഴുവനും ചെലവഴിച്ച ആ മഹാനുഭാവനുള്ള കടപ്പാട് അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അള്ളാഹു ഇതിന്റെ ഒരു സവാബ് ആ മഹാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്ന് കണ്ടുമുട്ടാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാനുള്ള കാരണമായി അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ, മഹാത്മാക്കളുമായുള്ള ബന്ധം അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ ഉപകാരമാകും. അവരെ കൊണ്ടുള്ള മദദ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. എല്ലാ മദദും ലഭ്യമാവാൻ അള്ളാഹു ഈ മജ്ലിസ് കാരണമാക്കട്ടെ എന്ന് ദുആ ചെയ്ത്